ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. എനിക്ക് ഈ നന്മ മര ഷോ ഓഫുകളോടൊന്നും വലിയ താല്പര്യമില്ല. മിക്കവാറും മെജോറിറ്റി നിങ്ങൾക്കും വലിയ താല്പര്യം ഉണ്ടാകത്തില്ല. കാരണം ഈ നന്മ മരങ്ങളായിട്ട് ചമഞ്ഞുകൊണ്ട് ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പൈസ ഇടൂ, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ നന്മ മരങ്ങൾ എന്താണ് പൈസ സമാഹരിക്കുന്നു, അവർക്ക് കൊടുക്കുന്നു, കുറേ ഇവരെടുക്കുന്നു, മുക്കുന്നു, പിന്നെ ഇതിൽ കാറ് വാങ്ങുന്നു, വീട് വയ്ക്കുന്നു, വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ കുറേയധികം നന്മ മര ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട്. അവരെ എനിക്ക് സത്യം പറഞ്ഞ് ഇഷ്ടമല്ല. ചിലപ്പോൾ മെജോറിറ്റി നിങ്ങൾക്കും ഇഷ്ടമുണ്ടാകത്തില്ല, പക്ഷേ നമ്മൾ ആരെങ്കിലും സഹായിക്കാനൊക്കെ ഉള്ളൊരു മനസ്സുണ്ടാകുന്ന ആൾക്കാർ തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ചില വിളക്കുകാലുകൾ വേണം. വിളക്കുകാലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിനെ നേരായ ദിശയിൽ നയിക്കാനുള്ള ഗുരുസ്ഥാനീയരായിട്ടുള്ള നല്ല മനുഷ്യർ. അത് സത്യം പറഞ്ഞാൽ സാമൂഹിക മനുഷ്യസ്നേഹികളും സഹജീവികളോട് സ്നേഹവും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കണം. അവർ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മുമ്പിൽ നിൽക്കുമ്പോൾ അവരെ നമ്മളെപ്പോഴും അംഗീകരിക്കും, അവർ നല്ല മനുഷ്യരെന്ന് പറയും. ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ കൊടുക്കുന്നെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കുറച്ച് കാണിച്ചു തരാം. അതായത് ഇവിടെ ഒരു മനുഷ്യനെ ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ? 5 ദിവസത്തിനകം കാശ് കൊണ്ടുവന്ന് അടയ്ക്കണം, ഇല്ലെങ്കിൽ അവര് ഇവിടുന്ന് ഇറങ്ങും. വരുവഴിയേ ഉള്ള എനിക്ക് കിടക്കാൻ സ്ഥലം. ഒരമ്മൂമ്മ ഒരു ഗതികെട്ട ജീവിതം ജീവിക്കുന്നു. ജപ്തിയുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് ആ അമ്മമ്മ ആ ഒരു പുള്ളിക്കാരനെ കെട്ടിപ്പിടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ അനന്തു എന്നാണ്. അദ്ദേഹത്തിൻ്റെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ പൊളിക്കും, വെയിറ്റ് ചെയ്യും. അതിനുശേഷം റോഡ് സൈഡിൽ ഒരു പയ്യനുണ്ടോ. ഇതെനിക്ക് തോന്നുന്നു അഖിലൊരു സൊമാറ്റോയിലൊരു 3 വർഷം പോകുന്ന പൈസ ഉണ്ടാവും. ഈ പൈസ എന്ത് ചെയ്യണോ? തെരുവ് വിളക്കിൻ്റെ താഴെ നിന്ന് പഠിക്കുന്ന ഈ കാലഘട്ടത്തിലും സൊമാറ്റോ ഓടിച്ച് പഠിക്കാൻ തയ്യാറായ ഒരു പയ്യനെ ഈ ഡോക്ടർ അനന്ത് പല ആളുകളുടെ പോയി സഹായിക്കുകയാണ്. മനസ്സിലാക്കണം, എത്ര ഇതുണ്ടെന്ന് നോക്കണേ. നമുക്ക് അയാളെക്കുറിച്ച് ഇനി കുറേ അധികം എക്സ്പ്രസ് ചെയ്യാനുണ്ട്. വേറെ ലോട്ടറി വിൽക്കാനുള്ള എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ ഒരുപാട് പേര് എല്ലാരും ആ വീഡിയോ അയച്ചെന്ന് എല്ലാരും പോയിട്ട് പെട്ടെന്ന് പോകുന്നുള്ള രീതിയിൽ അതാ ഞാൻ കോഴിക്കോട് നിന്ന് ഇവിടെ വരെ വന്ന് നിങ്ങളെ കണ്ട് ഇതെല്ലാം സെറ്റ് ആക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞു. പിന്നെ ആളുകൾ പറഞ്ഞാൽ നമ്മൾ ചെയ്യണ്ടേ. ഇത് സർജറിക്കുള്ള പൈസയുണ്ട്, അവിടെ സർജറി നടത്തുന്നു അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ ഈ അനന്തു വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. കാര്യം ഈ മനുഷ്യൻ ഇങ്ങനെ നിങ്ങൾ ആളുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു സാമൂഹിക മനുഷ്യസ്നേഹിയായിട്ടുള്ളൊരു വ്യക്തി. ഇയാൾക്കൊരു മറ്റൊരു മുഖം അഴിഞ്ഞു വീഴാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് കാണാം ആ അഴിഞ്ഞു വീഴുന്ന മുഖം ഇയാൾ തന്നെ അഴിച്ചു വീഴ്ത്തുകയാണ്. ഇയാൾക്ക് ഇങ്ങനൊരു മുഖം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല, പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇത്രയും നന്മയൊക്കെ ചെയ്യുന്ന ഈ അനന്തുവിന് മറ്റൊരു മുഖം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. വരൂ സുഹൃത്തുക്കളെ, നമുക്ക് കാണാം എന്താണ് ഈ അനന്തുവിൻ്റെ മറ്റൊരു മുഖം. അനന്തു, ഡോക്ടർ അനന്തു ആണേ. നിങ്ങളിനി ഞെട്ടും, കണ്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിക്കാത്ത ഞാൻ എന്തുകൊണ്ട് ഇപ്പൊ പ്രതികരിക്കുന്നു എന്നുള്ള പറഞ്ഞു തുടങ്ങാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച, അതായത് ഇദ്ദേഹത്തിൻ്റെ വളരെ വലിയൊരു സ്ഥാപനമാണ് സൈലം. ഈ സ്ഥാപനം ശരിക്കും പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ കഷ്ടപ്പാട് കൊണ്ടും വളരെ പെട്ടെന്ന് വലിയൊരു പേര്, ഒരു ബ്രാൻഡായിട്ട് മാറുകയും അത് സമൂഹത്തിൻ്റെ ശ്രദ്ധ തന്നെ പിടിച്ചു വരുന്ന രീതിയിലാവുകയും ഒരുപാട് ആൾക്കാരെ സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ കൈപിടിച്ച് ഉയർത്തുന്നു. ഏറ്റവും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അവർക്കുണ്ട് എന്നുള്ളതാണ് അവരുടെ ആ ഒരു സിസ്റ്റം. അതങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ അകത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് എന്നുള്ളൊരു പരിപാടി പൈസ കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യിച്ച് ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിൻ്റെ അത് നേരത്തെ കൈമാറിയത് എന്തോ പരിപാടിയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണം വന്നു. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. കേൾക്കാം. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട സൈലത്തിൽ നിന്നുള്ള അവസാന വീഡിയോ ആണിത്. ഒരാളും ഇതിനപ്പുറത്തേക്ക് ഇനി എന്ത് ചെയ്യില്ല. സൈലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സംസാരിക്കില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും നാളും പ്രതികരിക്കാൻ? എന്റെ ഫേസ് വെച്ചിട്ട് വേണ്ടാത്തൊരു പ്രാധാന്യം അതിന് കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നില്ല, താല്പര്യപ്പെടുന്നത്. എന്റെ ഫേസ് എനിക്കതിൽ എന്താണ് ഒരു പ്രാധാന്യം തോന്നിയിട്ടില്ല. കാരണം സൈലം എന്ന പ്ലാറ്റ്ഫോം എന്താണ് ചെയ്യുന്നതെന്നും സൈലം ഇത്രയും നാൾ എന്താണ് ചെയ്തതെന്നും കുട്ടികൾക്ക് വേണ്ടി എത്രത്തോളം ക്ലാസ് കൊടുക്കുന്നുണ്ടെന്നും കുട്ടികൾക്കറിയാം. അവരെ ഞാനത് പറഞ്ഞ് വീണ്ടും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അടുത്തൊരു എക്സാം കഴിഞ്ഞ് മോഡൽ എക്സാം അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ അകത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം എന്നൊരാൾ പറയണമെങ്കിൽ ആ കുട്ടികളും അദ്ദേഹവും തമ്മിലുള്ള റാപ്പോ എന്ത് മാത്രമായിരിക്കണം. ഏതെങ്കിലും ഉടായ്പ സ്ഥാപനങ്ങൾ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ച് അതിൽ നിന്ന് ഇഷ്ടം പോലെ ലൂട്ട് ചെയ്ത് ആൾക്കാരെ ഫോഴ്സ് ചെയ്ത് കുറേയധികം ഫീസായിട്ട് പൈസയും വാങ്ങിച്ച് പറ്റിച്ച് എന്നിട്ട് തൊഴിലവസരങ്ങൾ നൽകാം, നമ്മുടെ എന്താ പറയുക ഒരുപാട് അവസരങ്ങൾ കിട്ടും, പുറത്തും അകത്തും ഒക്കെ പ്ലേസ്മെൻറ്റ്സ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങി പറ്റിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്.
അപ്പോൾ അവിടെ ഇദ്ദേഹം എന്തുകൊണ്ട് വ്യത്യസ്തനായിട്ട് മാറുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്, സ്റ്റുഡൻസിനോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. ഇനി ബാക്കി വഴിയെ പറയാം. ഫൈനൽ എക്സാം എഴുതുമ്പോൾ കുട്ടികൾക്ക് അത് കൃത്യമായി എന്ത് ചെയ്യാൻ അറിയാം, അത് ഞാൻ വന്ന് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാൻ. പിന്നെ എന്തുകൊണ്ട് ഇപ്പം ചെയ്യുന്നു? കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ചാനൽ പ്രത്യേകിച്ച് ഒരു റീച്ചുമില്ല. അവന്റെ 2 വീഡിയോ മുമ്പത്തെ വീഡിയോ 200 വ്യൂ ഒക്കെ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വീഡിയോ നിങ്ങളെല്ലാം കൂടി സിനിമ ഓക്കെ എന്റെ ഫോട്ടോ വെച്ചിട്ട് ഇട്ടു. ഒരു തവണ ഇട്ടു, അതിന് റീച്ച് അത്യാവശ്യം കിട്ടി തുടങ്ങി. ഞാനല്ല, ആ പ്യൂണാണ് ചോർത്തിയത്, ഇന്ന് മുതൽ ഞങ്ങൾ ലൈവ് ക്ലാസ് ഇടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം സൈലത്തിന് MS സൊല്യൂഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെയൊക്കെ എന്തോ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഒരു ട്രോളോ എന്തോ സംഭവം ഇദ്ദേഹത്തിന് എതിരെ ചെയ്തു. വളരെ മോശമായിട്ടുള്ള രീതിയിൽ എന്തോ ചെയ്തു. അതിൽ ട്രിഗറായിട്ടാണ് പുള്ളി ഇപ്പോൾ സംസാരിക്കുന്നത്. ഇതാണ് ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയ ആ ഒരു മുഖം. ബാക്കി കേൾക്കാം. If you are running a business where you are the one who's managing operations, sales. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ വീണ്ടും എന്റെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് വീണ്ടും വീഡിയോ ഇടാൻ തുടങ്ങുന്നു. വീണ്ടും അടുത്ത വീഡിയോ വന്നിട്ടുണ്ട്. അവൻ്റെ കമ്പനി ഞാൻ പൂട്ടിക്കും, അവൻ 5 ലക്ഷം കൊടുത്ത് ഇറക്കിയത് അയാളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിനെ മോശക്കാരനാക്കാൻ, ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനെ മോശക്കാരനാക്കാൻ MS സൊല്യൂഷൻ, സൈലം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്, MS സൊല്യൂഷൻ വേറെ എന്തോ ആണ്, അപ്പോൾ സൈലം എന്നൊക്കെ കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമേജിനെ ഭയങ്കരമായിട്ട് റൂയിൻ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പരിപാടിയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഓക്കെ, അതാണ് എന്റെ ഫോട്ടോ വെച്ചിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 5 ലക്ഷം രൂപ ആർക്കോ ഞാൻ കൊടുത്തുന്നോ എന്നൊക്കെയുള്ള രീതിയിലാണ്, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് വീഡിയോ എന്ന് പറയുന്നത്. ഇവിടെ 1 രൂപ ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ടോ ഞങ്ങൾ ആർക്കും കൊടുക്കാനും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടുമില്ല. അത് ഞങ്ങളെ അറിയാവുന്നവർക്ക് കൃത്യമായ കാര്യം. സൈലത്തിന്റെ ക്ലാസ് എന്താണെന്ന് നമുക്ക് പറയുന്നതിന് മുമ്പായിട്ട് പറയാം. ഈ 5 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കോടിക്കണക്കിന് രൂപ കഴിഞ്ഞ വർഷത്തെ എന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്താണെങ്കിൽ കോടിക്കണക്കിന് രൂപ ഞാൻ ഹാപ്പിനെസ് പ്രൊജക്ട് എന്ന പേരിൽ കേരളത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സീരിയസ്ലി ഇതാണ് ഞാൻ പറഞ്ഞ അനന്തുവിൻ്റെ മറ്റൊരു മുഖം എന്ന് പറയുന്നത്. അതായത് പുള്ളിക്കാരൻ വളരെ ഭയങ്കര ഈ ഒരു തരത്തിലേക്ക് പുള്ളി സംസാരിക്കുന്നത് എങ്ങും കേട്ടിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരനെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ ആ ഒരു വളർച്ച, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഒരുപാട് പേർക്ക് സമൂഹത്തിൽ ഗുണം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അത്. എഡ്യൂക്കേഷനിലൂടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും അയാൾ ഉണ്ടാക്കുന്ന പൈസയും സമൂഹത്തിലേക്ക് തന്നെ കൊടുക്കുന്നൊരു മനുഷ്യനാണ്. അത്രയും നല്ലൊരു മനുഷ്യനെ, ആ ഒരു മനുഷ്യ സ്നേഹിയെ സത്യം പറഞ്ഞ് നശിപ്പിക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി ചില ദുഷ്ടജന്തുക്കൾ നടത്തിയ പരിപാടിയിൽ അയാൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനൊരു മുഖം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അനന്തു എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെ നേരിട്ട് അറിയുന്ന ചിലരെ എനിക്കറിയാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുറേയധികം കുട്ടികളെയും അവരുടെ നമ്മുടെ പരിചയത്തിലുള്ള പല ആൾക്കാരുടെ അവിടെ പഠിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതിനപ്പുറത്തൊന്നും സൈലത്തിനെ കുറിച്ച് പറയാനൊന്നുമില്ല. നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതർവൈസ് നിങ്ങളിനി ആർക്കെങ്കിലും ഇത് ഇവിടെ പഠിക്കുന്നതിൽ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും. എൻ്റെ അറിവിൽ അങ്ങനെയില്ല, തീർച്ചയായിട്ടും ഇതുവരെയുമില്ല. ബാക്കി കേൾക്കാം. ഈ 5 ലക്ഷം രൂപ എൻ്റെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞാൻ അതേ ചെയ്യുള്ളൂ. കാര്യം ഞങ്ങൾ സത്യസന്ധമായി ഇത്ര നാൾ വന്നാൽ അതുകൊണ്ടാണ് ഞങ്ങൾ വളരുന്നത്. സത്യസന്ധത ഇല്ലാത്തടത്തും മറ്റൊരാളെ ദ്രോഹിക്കുന്നിടത്തും വളർച്ച ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ആ ഒരു ഐഡിയോളജി എനിക്ക് ഇത് തുടങ്ങുമ്പോൾ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എനിക്കത് എന്നെ വളർത്തിയതിന്റെ ഭാഗമായിട്ടുണ്ട്. അത് ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കണ്ടി. അദ്ദേഹത്തിന്റെ മുൻകാല വീഡിയോസും ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ സ്പൂൺ വെച്ചുകൊണ്ട് പുറത്തേക്ക് വന്നൊരു മനുഷ്യനൊന്നും അല്ല. അത്രയും വലിയ വലിയൊരു സംഭവം ആയിട്ടൊന്നും ആളല്ല. അയാളുടെ കഠിനാധ്വാനവും പ്രയത്നവും ഒക്കെ കൊണ്ടാണ് അദ്ദേഹം ഒരു നിലയിലെത്തിയത്. അതിനുശേഷം ഒരു ബ്രാൻഡായിട്ട് മാറി. അനന്തു എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഒരു ബ്രാൻഡാണ്. സൈലം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ബ്രാൻഡാണ്. അപ്പോൾ അത്രയും വളർന്ന സ്ഥാപനം, അദ്ദേഹം അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ മെജോറിറ്റിയും നമ്മുടെ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരാളാണ്. പല സമയം ഞാൻ തുടക്കത്തിൽ കാണിച്ച വീഡിയോസ് ഒന്നുമല്ല, അതിൻ്റെ എത്രയോ ഇരട്ടി അദ്ദേഹം സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇനിയൊരു കാര്യം, നമ്മൾ നന്മമരത്തിൻ്റെ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ആ നന്മമരങ്ങളെല്ലാം പൈസ കണ്ടെത്തുന്നത് എവിടെ നിന്നാണ്? ആ നന്മമരങ്ങളെല്ലാം കണ്ടെത്തുന്നത് ഒരാളുടെ പറയും, നിങ്ങളുടെ ഈ ഒരു ID, ഈ പൈസ ഇതിലേക്ക് കൊടുക്കൂ എന്ന് പറയും. അവർ ഓക്കെ, കുറേ അധികം ആൾക്കാർ അത് ജെന്യൂനായിട്ടാണ് ചെയ്യുന്നത്. അതായത് ID, നമ്മുടെ ഈ ഫോൺ നമ്പർ കൊടുക്കുന്നു, ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നു, അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു, ആ ആൾക്കാരുടെ ഇത് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്നവരെ സത്യം പറഞ്ഞാൽ ജെന്യൂനായിട്ടുള്ള കുറേ അധികം ആൾക്കാരുണ്ട്. എന്നാൽ അതിൽ തന്നെ ഉടായ്പകളുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പരിപാടി, ഇദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥാപനത്തിൽ ഇദ്ദേഹം ഉണ്ടാക്കുന്ന സ്വന്തം പൈസയിൽ നിന്നാണ് ഇദ്ദേഹം ഈ പരിപാടി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ അകത്തുനിന്നുണ്ടാകുന്ന റവന്യൂന്നോ അദ്ദേഹം ഉണ്ടാക്കുന്ന സ്വന്തം കാശിൽ നിന്നോ മാത്രമാണ് അദ്ദേഹം ഈ പറയുന്ന ആൾക്കാർക്ക് സഹായം ചെയ്യുന്നത്. അതൊരു മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ബാക്കി ചെയ്യുന്നുണ്ട്. ഞാൻ ആരെയും ദ്രോഹിക്കത്തില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി കൊടുക്കാനല്ലാണ്ട് ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. അപ്പൊ ആ വീഡിയോയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ എന്റെ ഫോട്ടോ ഞാൻ പറഞ്ഞത്, ഈ ആളുടെ കയ്യിൽ എക്സ്ട്രാ എന്തെങ്കിലും സംഭവം വന്നാൽ സീരിയസ്ലി അയാൾ മറ്റൊരാളെ സഹായിക്കുന്ന ഒരാൾ തന്നെ. അദ്ദേഹത്തിന് അറിയുന്നവർക്കതറിയാം. അറിയാത്ത ഇദ്ദേഹത്തിന് ഇങ്ങനെ മോശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിലൂടെ എനിക്ക് അദ്ദേഹം കൂടുതൽ കരുത്താർജിച്ച് വളരും എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ തോന്നുന്നത്. ഞാൻ കൊടുത്തു, ആർക്കോ കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ആർക്കോ കൊടുക്കാൻ വാഗ്ദാനം ചെയ്തു എന്നുള്ള രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, തെളിവുണ്ടെങ്കിൽ തെളിവ് നിങ്ങൾ എന്ത് ചെയ്യണം, കാണിക്കണം. ഇനി അങ്ങനെ ആ ഒരു നേതാവിനോട് ഞാൻ പറഞ്ഞിരിക്കട്ടെ, ആരോടെങ്കിലും
അയാളത് കൊണ്ടുപോയി എന്ത് ചെയ്യും, പുറത്തോടൂലേ? അല്ലാതെ ഈ പറഞ്ഞ ആളുടെ കയ്യിലായിരിക്കും കൊണ്ട് തെളിവ് കൊടുക്കുന്നത്. അത് ഉടനെ എന്ത് ചെയ്യും, വാർത്തയിൽ വരും, ഇങ്ങനെ പുറത്തു വരും. അങ്ങനെയൊന്നും പുറത്തു വരുന്നില്ല. ഒരു തെളിവും ഇല്ലാത്തൊരു കാര്യത്തെ പറ്റി ചുമ്മാ എയറിലിട്ടിട്ട് എന്ത് ചെയ്യുക, ഒരു ഡീവിയേഷൻ ഉണ്ടാകും. പിന്നെ സൈലം എന്ന പേരും അവിടെ പറഞ്ഞില്ല. പക്ഷേ ഈ ചാനൽ എന്ത് ചെയ്യാണ്, സൈലം എന്നുള്ള രീതിയിൽ അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതിന് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ കാര്യം. അപ്പൊ 5 ലക്ഷം രൂപ എന്റെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ സത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു ബുദ്ധിമുട്ടുന്ന ആൾക്ക് എന്ത് ചെയ്യും, അത് കൊടുക്കും. അത് എന്നെ അറിയാവുന്നവർക്ക് അറിയാം. അവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, എന്റെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആദ്യം ഇനി തുടർന്നുകൊണ്ടിരിക്കും. അതൊന്നും തടയാൻ ഇവിടെ ആർക്കും പറ്റൂല. അത് കൃത്യമായി ഞാൻ എന്ത് ചെയ്യും, എന്റെ ഹാപ്പിനെസ് പ്രൊജക്ട് എനിക്കത് സന്തോഷം നൽകുന്ന കാര്യമാണ്, അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഹാപ്പിനെസ് പ്രോജക്റ്റിലൂടെ അദ്ദേഹം കോടിക്കണക്കിന് രൂപ മറ്റുള്ളവർക്ക് സഹായം ചെയ്തൊരു കാര്യം തുടരുന്നുള്ള കാര്യമാണ്. ഇനി ഇദ്ദേഹത്തിനുള്ളൊരു മറുപടി നമുക്ക് നോക്കാം. റിസൾട്ട് വന്നു 3 കൊല്ലം കൊണ്ട് ഏറ്റവും മികച്ച റിസൾട്ട്. ഇന്നലെ CA ഫൗണ്ടേഷൻ റിസൾട്ട് വന്നു. ഓൾ ഇന്ത്യ റാങ്ക് ഫസ്റ്റ് ആയിരുന്നു കഴിഞ്ഞാണ്. അതേ മാർക്കാണ് കഴിഞ്ഞ ഈ ടോപ്പർക്ക് ഇന്നലെ വന്നത്. CA ഫൗണ്ടേഷൻ നീറ്റ് വരുന്നു. നീറ്റിൽ കഴിഞ്ഞ തവണത്തെ റിസൾട്ടിനേക്കാൾ ബെറ്റർ റിസൾട്ട് ആക്കാൻ വേണ്ടി വർക്കിലാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ ഏറ്റവും ടോപ്പ് റിസൾട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന തിരക്കിലാണ്. ഞങ്ങൾക്ക് ഇതിനു വേണ്ടി മറുപടി പറയാൻ എന്തില്ല, വരാൻ സമയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേണ്ടതെന്ന് വെച്ചാൽ, കാര്യം ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ പണി വൃത്തിയിലെത്തുകൊണ്ട് ആരെയും ദ്രോഹിക്കാതിരിക്കുക. അത് ഇന്നും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. സഹായിക്കാൻ പറ്റില്ല ദ്രോഹിക്കരുത്, ഇനി സഹായിക്കാൻ പറ്റുന്നിടത്ത് സഹായിക്കുക. ഇതാണ് എന്റെ ഐഡിയോളജി. ആ ഐഡിയോളജിയിൽ പോകുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ നിൽക്കുള്ളൂ. ആ മനുഷ്യൻ ഇത്രയും വൈകാരികമായിട്ട് സംസാരിക്കണമെങ്കിൽ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് സത്യം പറഞ്ഞ ചില ആൾക്കാരാണെങ്കിലും ഈ അവരൊട്ട് വളരത്തുമില്ല, മറ്റുള്ളവരെ വളരാനും സമ്മതിക്കത്തില്ല. പണ്ട് സ്വാമി വിവേകാനന്ദ പറഞ്ഞ കാര്യമാണ്, ചിലർ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്തിട്ടില്ല എങ്കിലും അതിനെ നന്നാവാൻ സമ്മതിക്കത്തുമില്ല. ഒരു ഉപകാരം ചെയ്യില്ല എങ്കിലും മറ്റൊരാളെ ഉപകാരം ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്യും, അത് നശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളൊരു പ്രവണത. അതുപോലെ ഇദ്ദേഹം ഇന്ന് ഇത്രയും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, എത്രമാത്രം ഉയർച്ചയിൽ, എത്രമാത്രം പെർസെൻറ്റേജ് അവരുടെ റിസൾട്ടിൽ എത്രമാത്രം ഉയരത്തിലാണ് ആ ഒരു സ്ഥാപനം പോകുന്നു എന്നുള്ളൊരു കാര്യം പോലും അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ്, അറിയാതെ അല്ല, അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇതെങ്ങനെ തകർക്കണം, നശിപ്പിക്കണം. ഓക്കെ, ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എനിക്ക് പറയാനുള്ളത്, ആ വീഡിയോ ഇട്ടാളോട് ഞാൻ ഡിഫമേഷൻ കേസ് കൊടുക്കും. എന്റെ പേരോ ആവശ്യമില്ലാത്ത സ്ഥാപനത്തിന്റെ പേരോ ഉപയോഗിച്ചാൽ എല്ലാവർക്കും ഞാൻ കേസ് കൊടുക്കും. കേസ് കൊടുത്തിട്ട് ആ കേസ് എക്സ്ട്രീമിലി ഞാൻ എന്ത് ചെയ്യും, ഞങ്ങളൊരു നാഷണൽ പ്ലാറ്റ്ഫോമാണ്. തമിഴ്നാടും കർണാടകയും തൊട്ട് നിങ്ങൾക്കറിയാം, നാഷണലിലുള്ള BW ഉൾപ്പെടെ ആളുകളുള്ള പ്ലാറ്റ്ഫോമാണ്. ഞങ്ങളുടെ പേര് ആവശ്യമില്ലാതെ, എന്റെ പേര് പ്രത്യേകിച്ച് ഇനി ആവശ്യമില്ലാതെ ആരെങ്കിലും വലിച്ചഴിക്കുകയോ ഫോട്ടോ വെക്കുകയോ ചെയ്താൽ, നീ മുഖമില്ലാതിരുന്ന ചാനലിൽ നിന്ന് വീഡിയോ ഇടുന്നതുകൊണ്ടാണ് നീ അത് കാണുന്നതെന്ന് വിചാരിക്കരുത്. അവിടെ ഇരുന്നിട്ടാൽ ഞാൻ ഡിഫമേഷൻ കേസ് കൊടുക്കും. എല്ലാവർക്കും അതിന് ഞാൻ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. ആവശ്യമില്ലാതെ എന്ത് ചെയ്താൽ വലിച്ചഴിച്ചാൽ നമ്മൾ ഡിഫമേഷൻ കേസ് കൊടുക്കും. കാരണം ഞങ്ങൾ ഇത്രയും നാളായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പ്രതികരിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഞാൻ ഇതിങ്ങനെ തന്നെ വേണം. കാരണം ഇത്രയും വലിയൊരു സ്ഥാപനമായതുകൊണ്ട് തന്നെ അവരെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ എണ്ണവും വളരെ കൂടുതലായിരിക്കും. അദ്ദേഹം ഇത്രയും നാൾ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെയൊക്കെയുള്ള ഓരോന്ന് ഇവിടെ നിന്നൊക്കെ വന്നതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടില്ല, മിണ്ടിയിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനി ആ ഒരു കാര്യം ചെയ്യുന്നവർക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞൊരു കാര്യം സത്യം പറഞ്ഞൊരു അടിപൊളി കാര്യം. അത്ര തന്നെ ഉള്ളൂ. നമ്മൾ അനാവശ്യമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഡ്രാഗ് ചെയ്തിട്ടിട്ട് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നശിപ്പിക്കുന്നതിലൂടെ ഇവർക്ക് കിട്ടുന്ന എന്ത് ഗുണമാണെന്ന് അറിയത്തില്ല. ഓക്കെ, ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഞങ്ങൾ എന്താണെന്നും ഞങ്ങൾക്ക് എന്താ, ഞങ്ങൾ ഇവിടെ തന്നെ കാണും. ഞങ്ങളെ പൂട്ടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ട് പൂട്ടിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. തമ്മിൽ പൂട്ടിക്കും. അപ്പൊ കുട്ടികളെ പേടിക്കുക, ക്ലാസ് എങ്ങനെ കിട്ടും, അവർക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുന്നു? കാര്യം ലക്ഷക്കണക്കിന് കുട്ടികളാണ്. ഏകദേശം ഒരു ദിവസം ലൈവിൽ മാത്രം വരുന്ന 4 ലക്ഷത്തോളം കുട്ടികളാണ് പല ചാനലിൽ, 60,000, 40,000, 50,000 ഒക്കെ ആയിട്ട്. അപ്പം അവരെ പേടിക്കും. അവരെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് പൂട്ടൊന്നുമില്ല. ഇത് എത്ര കൊല്ലം ഇവിടെ അക്കാഡമിക്കലായിട്ട് ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് അത്രയും കൊല്ലം ഇവിടെ ഉണ്ടാവുന്നതായാലും അതിൽ എനിക്കൊരു സംശയമില്ല. കാരണം ഞങ്ങൾ അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആണ്. ഞാൻ പറഞ്ഞത് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്. ഞങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ കമന്റ് ബോക്സ് നോക്കിയാൽ മതി, കുട്ടികൾ പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അത് അവർക്കറിയാം. ഞങ്ങളെ കണ്ട് പഠിച്ച് രക്ഷപ്പെട്ടു പോയവരും രക്ഷപ്പെടുന്നവരും ഇപ്പോൾ അത് ഉപയോഗിക്കുന്നതുമായ ആളുകൾ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ എന്താണെന്നുള്ളത്. അത് അവിടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ദിസ് ഈസ് എ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്, ദിസ് ഈസ് എ ഫൈനൽ വീഡിയോ. ഇനി ഒരാളും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനൊന്നും എന്ത് ചെയ്യില്ല. സൈലന്റ് എൻ്റെ പൊന്നുമോനെ, വേറെ ലെവൽ. ഇദ്ദേഹം ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ആ ഒരു വീഡിയോക്ക് 47K ലൈക്സ് ആണ്. ഒരു വീഡിയോക്ക് 47K ലൈക്സ് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? അത് മാത്രമല്ല, ഇനി അദ്ദേഹം പറഞ്ഞ ആ കമൻറ്റ് ബോക്സ്, അവിടുത്തെ കമൻറ്റ് നമുക്ക് നോക്കാം. പിന്നല്ല, പഠിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകും. അതായത് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ് അതൊക്കെ. മാന്യമായി കൊടുത്ത ഏറ്റവും വിഷമേറിയ മറുപടി. ഹാറ്റ്സ് ഓഫ് യു സർ. ഓക്കെ, അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കും തന്നെ പറയുള്ളൂ. എൻ്റെ മോൻ സൈലം നോക്കി പഠിച്ചത് കൊണ്ടാണ് 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിച്ചത് എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം. രക്ഷകർത്താക്കൾ, ചോർത്തിയ പേപ്പർ ഞങ്ങൾക്ക് വേണ്ട, പ്രൗഡ് ടു ബി എ സൈലം. സൈലത്തിനെ കുറിച്ച് തന്നെ പറയുന്നതാണ് സൈലം എന്നാണ്. പ്രൗഡ് ടു ബി എ സൈലമിയൻ. ഓക്കെ, ആ സൈലം എന്ന സ്ഥാപനം കൊണ്ട് സ്കൂൾ കുട്ടികൾക്ക് മാത്രമല്ല പല മേഖലയിൽ പഠിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ പ്രതീക്ഷയും ആശ്രയമാണ്. ഞാനും സൈലം PSC ഉപയോഗിച്ച് പഠിക്കുന്ന ആളാണ്. ഇത്രയും കുറഞ്ഞ ഫീസിൽ ഇത്രയും നല്ല ക്ലാസ്സുകൾ എപ്പോഴും കൂടെ നിന്ന് നിൽക്കുന്ന ടീച്ചേഴ്സ് വേറെ എവിടെയും കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മകനെ അടുത്ത വർഷത്തേക്കുള്ള ക്ലാസ്സിൽ ചേർക്കാൻ തീരുമാനിച്ചു. ലവ് യു സൈലം. ഇതുപോലെ നിരനിരയായിട്ട് ഏതാണ്ട് 4.4K കമൻറ്റ്സ് അവിടെ കിടപ്പുണ്ട്. സോ നിങ്ങൾ ചിന്തിക്കണം,
ആ ഒരൊറ്റ മനുഷ്യൻ അവിടെ നിന്ന് ഇത്രത്തോളം അതിവൈകാരികമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത സ്ഥാപനത്തിനെതിരെയും കഷ്ടപ്പെട്ട് ഉണ്ടായിട്ടുള്ള അതിൻ്റെ ഒരു കഷ്ടപ്പാടുകൾക്ക് മൊത്തത്തിൽ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എവിടെയോ ഇരുന്ന് മുഖമില്ലാതിരുന്ന് ഉണ്ടാക്കിയിട്ട പരിപാടിക്ക് ആണ് പുള്ളിക്കാരൻ ഇങ്ങനെ പ്രതികരിച്ചത്. പേഴ്സണലി ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം എനിക്ക് പേഴ്സണലി പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ടുള്ള ചില ആൾക്കാർ, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ചില ആൾക്കാരിൽ ഒരാളാണ് അദ്ദേഹം. സീരിയസ്ലി കഷ്ടപ്പാടിൽ നിന്ന് വളർന്നു വന്ന് സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കി ആ പ്രസ്ഥാനത്തിൻ്റെ അധിപനായിരുന്നുകൊണ്ട് വീണ്ടും ആ കഷ്ടപ്പാട് തുടരുകയും അതിൽ നിന്ന് കിട്ടുന്ന ഇതുകൊണ്ട് ബാക്കി ഒരുപാട് പേരെ പിടിച്ചുയർത്താൻ ശ്രമിക്കുന്ന ഒരാളെ നമ്മുടെ സമൂഹത്തിൽ കണ്ടില്ലെന്ന് നടിക്കാൻ പാടുണ്ടോ? സീരിയസ്ലി ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മനസ്സ് സന്തോഷത്തോടുകൂടി ചെയ്യുന്നൊരു വീഡിയോ ഇതായിരിക്കും. മറ്റുള്ളതൊന്നും അങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല, ഇതിന് എൻ്റെ സമൂഹമായിട്ടൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ സമൂഹത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചില വിളക്കുകാലികൾ വേണം. സമൂഹ മനസാക്ഷിയെ നോക്കി മനുഷ്യ സ്നേഹത്തോടു കൂടി അത് വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിലൂടെ കൊണ്ടുപോകുന്ന നല്ല മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കുറിച്ചൊരു വീഡിയോ എൻ്റെ ചാനലിൽ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എനിക്കൊരു അഭിമാനവും കൂടെയുണ്ട്. സോ സൈലവും അനന്തു സാറും അദ്ദേഹം പറഞ്ഞ പോലെ അവിടെ തന്നെ കാണും. അങ്ങനെയൊക്കെ ഓട്ടിച്ചു വിടാനെന്നൊക്കെ വല്ലവനൊക്കെ എവിടെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കത്തൊന്നുമില്ല. ഇത് കേരളമാണ്, നടക്കത്തില്ല. സോ എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം, ഇനി സൈലത്തിനെ പഠിച്ചിട്ടുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി വിദ്യാർത്ഥികളോ നിങ്ങളുടെ പാരൻസോ ഒക്കെ ഇത് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായവും കൂടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അനന്തു സാറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സൈലത്തിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മോശമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ.